നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ആഴ്ചയിലായാലും മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ട്രെൻഡ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചകളിലായാലും നമ്മൾ സ്ട്രോങ് ബൈയിൽ കുറച്ച് പെയറുകളും ഇൻഡെക്സുകളും നൽകിയിരുന്നു. പക്ഷേ ഈ ആഴ്ചകളിലായാലും സ്ട്രോങ് ബൈയിലായിട്ട് ഒന്നും കാണുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈ മൊമെന്റത്തിലായാലും കഴിഞ്ഞ ആഴ്ചകളിലായാലും നിലനിർത്തിയിരുന്നത് BTC, അതുപോലെ തന്നെ മുൻ ആഴ്ചകളിൽ ഗോൾഡ്, XAUST ഇതൊക്കെ സ്ട്രോങ് ബൈയിൽ നിലനിർത്തിയിരുന്നതാണ്. പക്ഷെ വരും ആഴ്ചകളിലായാലും പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന പെയർ വളരെ സ്ട്രോങ് ആയിട്ട് ബൈയിൽ നിലനിർത്തിയിരുന്നത് ന്യൂട്രൽ ലെവലിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്ട്രോങ് സെല്ലിൽ നിലനിർത്തിയിരുന്നതും കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ട്രോങ് സെല്ലായിരുന്നു നിഫ്റ്റി, സ്ട്രോങ് സെല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും മുൻ ആഴ്ചകളിലൊക്കെ നൽകിയിരുന്നത്. പക്ഷെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, ന്യൂട്രൽ ലെവലിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് ഫുള്ളി ഒരു ബൈ ട്രെൻഡിലേക്കല്ല, ഒരു മീഡിയം ട്രെൻഡ് റിവേഴ്സിനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിലാണ് നിഫ്റ്റിക്ക് ഇനി ഒരു സാധ്യത കാണുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ മൂവ്മെന്റത്തിനും സ്ട്രോങ് ആയിട്ടുള്ള സെൽ മൂവ്മെന്റത്തിനും സാധ്യത കാണുന്നില്ല. പക്ഷെ പ്രത്യേകമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഇടയിലായിരിക്കും സാധ്യത കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഒരു വോളറ്റൈൽ മൊമെന്റത്തിനാണ് സാധ്യത കാണുന്നത്. US ഓയിലും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോളറ്റൈൽ മൊമെന്റത്തിനാണ് സാധ്യത കാണുന്നത്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ആഴ്ചകളിൽ മെയിൻ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് തുടങ്ങാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി 24,000 മുകളിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഒരു ബൈക്ക് ഒരു സാധ്യത കാണുന്നത്. പക്ഷെ ഹയർ ലെവല് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് ലോവർ ലെവല് നല്ലൊരു സപ്പോർട്ട് ലെവൽ വരുന്ന ഒരു സമയത്താണ് നിഫ്റ്റിയിലും ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ സ്ലൈറ്റ്ലി ഒരു ബൈ ട്രെൻഡിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈയിലേക്ക് അല്ല. കാരണം ഈ ഒരു ലെവലില് നിഫ്റ്റിക്ക് 24,500 ആ റേഞ്ചിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന്റെ ഇടയിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. നമുക്ക് ഇൻട്രാഡേയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റൈറ്റ് രീതിയിൽ മാനേജ് ചെയ്യുന്നത് നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിലൊക്കെ ഹയർ ലെവലിൽ നിന്നെല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നിഫ്റ്റിനെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ വരും ദിവസങ്ങളായാലും 23,900 ഈ ഒരു ലെവല് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് നിർത്തിയാലാണ് കൂടുതൽ വീക്ക്നെസ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 23,900 അടുത്ത് നിന്ന് നിഫ്റ്റിക്ക് ഒരു ബൈക്കാണ് കൂടുതൽ സാധ്യത, കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 23,900 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത കൂടുതലാണ്. ദിവസം നിഫ്റ്റിയുടെ ലേറ്റസ്റ്റ് ലോവർ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വീണ്ടും ഈ ഒരു ലെവലിൽ 300-350 ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ട്രെൻഡ് എന്ന് പറയുന്ന രീതിയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഹയർ ലെവലാണെങ്കിൽ 24,240, 200, 24,200 ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആയിട്ട് എടുക്കുക. അതായത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,200 താഴെ നിലനിർത്തിയാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 200 ഹോൾഡ് ചെയ്തുകൊണ്ട് 240 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ ഇനി 330, 24,330 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 400 അടുത്തേക്ക് എത്തുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് കാണുന്നത്. 24,360, 300-400 റേഞ്ചിന്റെ ഉള്ളിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഹയർ ലെവൽ കാണുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ 24,200, 240 റേഞ്ചിന്റെ ഇടയിലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസ് 24,160 ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ 24,160 ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 24,140,
സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 24,140 താഴത്തേക്ക് ചെറിയൊരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താലും ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ ഇനി നല്ല സപ്പോർട്ട് കാണുന്നത് 23,900 അടുത്താണ്. അതായത് 23,930 900 താഴത്തേക്ക് നിലനിർത്തിയാലും 930 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിലെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ ലോ താഴോട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും നല്ല സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 800-900 അടുത്ത് 850-900 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ ആണ് കാണുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇതേ രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 52,000 താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലോ വലിയ ടൈമിലോ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 51,820 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. 820 താഴത്തേക്ക് നിലനിർത്തിയാലാണ് പിന്നെ അടുത്ത കൂടുതൽ വീക്ക്നെസ് കാണുന്നത്. ലോവർ ലെവല് സപ്പോർട്ട് കാണുന്നത് 51,550. 52,000 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ 52,230 52,300 ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. 52,300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത 230 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് 52,500 സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ 23,920 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 24,145 അടുത്ത് 145-230 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് 23,920 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിലെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 23,720 അടുത്താണ്. 720 വിട്ടാൽ പിന്നെ 550 സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.